ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്നുള്ള വചനമാണ്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് വരുത്തുന്നതായ നന്മകളും തിന്മകളും എത്രമാത്രം വലുതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നാം ഒരു കാര്യം പറയുവാൻ പാടുള്ളൂ എന്ന പദമാണ് ഈ വാക്കുകൾക്കുള്ളിൽ വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഞാനും നിങ്ങളും കേൾപ്പാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരുമായിരിക്കണം എന്ന് പറയുന്നതായ വചനം ശ്രദ്ധിക്കുമ്പോൾ, കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുവാനും അതെന്താണ് എന്ന് ഗ്രഹിപ്പാനും ഇടയാകണമെന്നും അതിനുശേഷം മാത്രമായിരിക്കണം നാം അതിന് മറുപടി പറയുന്നതെന്നുമാണ് ആ വാക്കുകൾക്കുള്ളിലും ഓർമ്മപ്പെടുത്തുന്നതായ ചിന്ത എന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾക്കകത്ത് ഒരു വ്യക്തിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട ആഴമായ ചിന്തകൾ രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർണതയുള്ള പുരുഷനാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ, വാക്കുകളെ സൂക്ഷിക്കുന്ന മനുഷ്യൻ, നാവിനെ അടക്കി വെക്കുന്ന വ്യക്തി, അവൻ ആരാണ്? അവൻ സൽഗുണപൂർത്തിയുള്ളവനാണ് എന്നോർമ്മപ്പെടുത്തുകയാണ്. ഒരു കുതിരയെ സംബന്ധിച്ച് ഉപമ കൂടി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കുതിരയെ അധീനമാക്കുവാൻ വേണ്ടി അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരത്തെ മുഴുവൻ തിരിക്കുന്നത് പോലെ, കപ്പലും എത്ര വലിയതായിരുന്നാലും ഒരു കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ഒരു ചുക്കാൻ കൊണ്ട് അതിനെ തനിക്ക് ബോധിച്ച ഇടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നെല്ലാം പറയുന്നതായ ആ ചിന്തകളുടെ ആഴം എന്താണെന്ന് ചോദിച്ചാൽ, നാവ് ചെറിയ അവയവമാണെങ്കിലും അത് വളരെ വമ്പ് പറയുകയും വലിയ തീ കത്തുന്ന, വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന വാക്കുകളായി ചില വാക്കുകൾ തീരാൻ സാധ്യതയുണ്ടെന്നും കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പദങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള നൊമ്പരങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഒരു കാര്യം പറയേണ്ടത് തക്കതായ സമയത്ത് പറയാതിരിക്കുന്നു എങ്കിൽ അത് ഒരാളിനുണ്ടാക്കുന്ന സങ്കടങ്ങളും അതുണ്ടാക്കുന്ന സമാധാനത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഞാൻ ആ നിലകളിൽ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാം പറയേണ്ട കാര്യം കൃത്യമായി പറയുന്നവരും പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് പറയാതിരിപ്പാൻ സൂക്ഷിക്കുന്നവരുമായി തീരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിപ്പാനും നമ്മുടെ വാക്ക് നിമിത്തം മറ്റൊരാൾക്ക് അത് മുറിവായി തീരാതിരിക്കുവാനും ഇടയാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പറയുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ.
കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾക്ക് തോന്നുന്നതെല്ലാം പറയുന്നവരായിട്ടല്ല, ഞങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം പറയുന്നവരായിട്ടുമല്ല, ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വരുത്തുന്ന ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആകാത്ത വാക്കുകൾ ഉപേക്ഷിച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.